Meet the Editors. നമസ്കാരം. മീറ്റ് ദി എഡിറ്റേഴ്സ് ആരംഭിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ CPIM നേതൃത്വത്തിനെതിരെ ആഞ്ഞടിച്ച് ഡോക്ടർ TM തോമസ് ഐസക്. ജനങ്ങളുടെ വിമർശനം പാർട്ടി തുറന്ന മനസ്സോടെ കേൾക്കണം. CPIM പാർട്ടിക്കാരുടേതല്ല, ജനങ്ങളുടെ പാർട്ടിയാണ്. തെരഞ്ഞെടുപ്പ് തോൽവി വിശകലനം ചെയ്യുമ്പോൾ ജനം എങ്ങനെയാണ് ചിന്തിക്കുന്നതെന്ന് കേൾക്കാൻ ഒരു ചെവി വേണമെന്നും ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ തോമസ് ഐസക് പറഞ്ഞു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരസ്പര ബഹുമാനമില്ലാത്ത വർത്തമാനങ്ങൾ ഇടതുപക്ഷ അനുകൂല സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ നടന്നതായി ഡോക്ടർ തോമസ് ഐസക് പറയുന്നു. ഇത് ഇടതുപക്ഷത്തിന് വിപരീത ഫലം ഉണ്ടാക്കി. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ഒരു പരസ്പര ബഹുമാനം ഇല്ലാത്ത രീതിയിലുള്ള ഒരുപാട് വർത്തമാനങ്ങൾ അത് വിപരീത ഫലം ഉണ്ടാക്കുക. ജനങ്ങളോട് തുറന്ന മനസ്സോടെ പാർട്ടി സംവദിക്കണം. പാർട്ടി പാർട്ടിക്കാരുടേതല്ല, ജനങ്ങളുടെ പാർട്ടിയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് എന്താണ് പിശക് സംഭവിച്ചതെന്ന് കണ്ടെത്തണം. പാർട്ടി വിഷയം ചർച്ച ചെയ്യുമ്പോഴും ജനങ്ങൾ എങ്ങനെയാണ് ചിന്തിക്കുന്നതെന്ന് കേൾക്കാൻ പാർട്ടിക്ക് ഒരു ചെവി വേണമെന്നും ഡോക്ടർ തോമസ് ഐസക് പറഞ്ഞു. പാർട്ടിക്കുള്ളിൽ മാത്രം ചർച്ച ചെയ്ത് തീരുമാനിക്കാനുള്ള കാര്യങ്ങളല്ല. പക്ഷേ ആദ്യത്തെ വിശകലനം പാർട്ടിക്കുള്ളിൽ ഓരോ രീതിയിലും സംസാരിക്കുന്നതിന് പകരം പക്ഷെ പാർട്ടിയിൽ ചർച്ച ചെയ്യുമ്പോഴും നമുക്കൊരു ചെവി വേണം കേട്ടാ, ജനങ്ങൾ എങ്ങനെ ചിന്തിക്കണേ എന്നുള്ളത്. കേരളത്തിൽ സോഷ്യൽ മീഡിയയിൽ BJPയും കോൺഗ്രസും വിപുലമായ സ്വാധീനം ചെലുത്തുന്നു. ഒരുപാട് പണം മുടക്കിയാണ് എതിർ പാർട്ടികൾ സോഷ്യൽ മീഡിയയിൽ പ്രവർത്തിക്കുന്നത്. പണമില്ലാത്തതാണ് ഇടതുപക്ഷത്തിന്റെ പോരായ്മ. പാർട്ടിക്ക് വേണ്ടി ആളുകൾ സ്വയം പോരാളികളായി ഇറങ്ങണം. യുവജനങ്ങളെ അകറ്റുന്ന രീതിയിലുള്ള പദപ്രയോഗങ്ങളും ശൈലികളും വിപരീത ഫലമുണ്ടാക്കും. ഇല്ല, ജനങ്ങളോട് തുറന്ന മനസ്സോടെ സംവദിച്ചു പോകണം. അവർ പറയുന്ന കാര്യങ്ങള് നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ലെങ്കിലും അവരുടെ അഭിപ്രായം ഒന്ന് പരിഗണിക്കുക തന്നെ വേണം. അപ്പൊ പാർട്ടിക്കാരുടേതല്ല, ജനങ്ങളുടെ പാർട്ടിയാണ്. എതിരാളികളുടെ സൈബർ ആക്രമണം തടഞ്ഞു നിർത്താൻ ഔദ്യോഗിക പേജ് മാത്രം പോരാ എന്നും ഇടതുപക്ഷ ഹാൻഡിലുകൾ ധാരാളം വേണമെന്നും തോമസ് ഐസക് പറഞ്ഞു. പാവപ്പെട്ടവരും സമൂഹത്തിന്റെ താഴെത്തട്ടിലുള്ളവരും എങ്ങനെ പാർട്ടിയിൽ നിന്ന് അകന്നു എന്ന് പാർട്ടി തുറന്നു പരിശോധിക്കണമെന്നും ഡോക്ടർ തോമസ് ഐസക് പറഞ്ഞു. റിപ്പോർട്ടർ, പത്തനംതിട്ട. തിരുത്തേണ്ടത് തിരിച്ചറിഞ്ഞോ എന്നതാണ് ചോദ്യം. ഉണ്ണിബാലകൃഷ്ണൻ, ഇപ്പോൾ തോമസ് ഐസക്കിന്റെ പ്രതികരണത്തിൽ നിന്ന് പാർട്ടി ഒന്നാകെ തന്നെ അങ്ങനെ ഒരു തിരിച്ചറിവിലേക്ക് എത്തുന്നു എന്നൊരു തോന്നലുണ്ടോ? നിശ്ചയമായും ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് തോമസ് ഐസക്ക് മാത്രമല്ല, ഇപ്പം നമ്മൾ വ്യക്തിപരമായി സംസാരിക്കുന്ന CPMന്റെ ഭൂരിഭാഗം നേതാക്കളും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അഭിപ്രായം തന്നെയാണ്. ഞാൻ വിചാരിക്കുന്നത് ഇപ്പം ഇന്നലെയും ഇന്നുമായി നടക്കുന്ന സെക്രട്ടേറിയറ്റിലും അടുത്ത ദിവസങ്ങളിൽ നടക്കാനിരിക്കുന്ന സംസ്ഥാന സമിതിയിലുമൊക്കെ വളരെ വിശദമായ ചർച്ച ഈ തെരഞ്ഞെടുപ്പ് തോൽവിയെ സംബന്ധിച്ച് നടക്കുമെന്ന് തന്നെയാണ്. നോക്കൂ, ഇപ്പോൾ CPM എന്ന് പറയുന്ന പാർട്ടി നമ്മുടെ പൊതുസമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണല്ലോ. സ്വാഭാവികമായും ഒരു പൊതു തെരഞ്ഞെടുപ്പിൽ അവർക്കൊരു തിരിച്ചടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെന്തുകൊണ്ടുണ്ടായി എന്ന് ആ പാർട്ടി പരിശോധിക്കേണ്ടതുണ്ട്. കാരണം ഈ സമൂഹത്തിൽ നിലനിൽക്കുകയും വളരുകയും ചെയ്യണമെങ്കിൽ അത്തരത്തിലുള്ള തിരുത്തലുകൾ അനിവാര്യമായിട്ട് വരുന്ന പക്ഷം അത് നടപ്പാക്കാൻ ബാധ്യതപ്പെട്ടൊരു പാർട്ടി തന്നെയാണ് ഇടതുപക്ഷം എന്ന് പറയുന്നത്, CPM എന്ന് പറയുന്നത്. മാത്രമല്ല, ഇടതുപക്ഷത്തിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടി എന്ന നിലയ്ക്ക് CPMന് കൂടുതൽ ഉത്തരവാദിത്വം ഈ കാര്യത്തിലുണ്ട്. അതുകൊണ്ട് വേണ്ട തിരുത്തലുകൾ വരുത്തും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ എന്താണ് ഇടതുപക്ഷത്തിന് സംഭവിച്ചത്, അല്ലെങ്കിൽ ഇങ്ങനൊരു തിരിച്ചടിക്ക് എന്താണ് വഴിവെച്ചത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ കഴിഞ്ഞ് കുറേ ദിവസങ്ങളായി ചർച്ച ചെയ്യുന്നുണ്ട്. ആ ചർച്ചയിലുടനീളം ഞാൻ എടുത്തിട്ടുള്ളൊരു പൊസിഷൻ, ഈ തെരഞ്ഞെടുപ്പിൽ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയുണ്ടാക്കിയ ഒരു കാര്യമെന്ന് പറയുന്നത് ഇടതുപക്ഷ അനുഭാവം പുലർത്തിയിരുന്ന ചില പ്രത്യേക വിഭാഗങ്ങൾ ആ ചേരി വിട്ട് BJPയുടെ ചേരിയിലേക്ക് പോകുന്നു. അങ്ങനെ ഒരു ആശയപരമായ മാറ്റം കേരള സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതൊട്ടും തന്നെ അഭിലഷണീയമായ ഒരു കാര്യമല്ല എന്ന നിലപാടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എന്നാൽ അതോടൊപ്പം തന്നെ വളരെ പ്രധാനമാണ് ഒരു സർക്കാരിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നതും അത് ഒരു പാർട്ടിയുടെ പ്രവർത്തനം എന്ന് പറയുന്നതും. ഇപ്പോൾ ലോക്നീതി CSDS ആഫ്റ്റർ പോൾ സർവേ നടത്തുമ്പോൾ അവർ പറയുന്നൊരു കാര്യമുണ്ട്. ഇപ്രാവശ്യം വോട്ടർമാരെ സ്വാധീനിച്ച ഘടകങ്ങളിലൊന്ന് ഈ സർക്കാർ വിരുദ്ധ തരംഗം തന്നെയായിരുന്നു. അതിൻ്റെ ശതമാനം വളരെ കുറവാണ്. 23% മാത്രമേ വോട്ടർമാർ ഈ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ പരിഗണിച്ചിട്ടുള്ളൂ അവർ വോട്ട് ചെയ്തപ്പോൾ എന്നാണ്. അത് മറ്റൊരു സാഹചര്യമാണല്ലോ. ഇപ്പോൾ ഒരു ദേശീയ തെരഞ്ഞെടുപ്പിൻ്റെ സാഹചര്യമാണെങ്കിൽ കൂടിയും ഈ 23% എന്ന് പറയുന്നത് അത്ര ചെറിയൊരു പെർസെൻറ്റേജ് അല്ല. അതൊരു വോട്ട് സ്വിംഗ് ഉണ്ടാക്കാൻ കഴിയുന്ന പെർസെൻറ്റേജാണ്. ഇപ്പോൾ തെക്കൻ കേരളത്തിൽ ചില പ്രത്യേക വിഭാഗങ്ങൾ CPMൽ നിന്നും ഇല്ലെങ്കിൽ ഇടതുപക്ഷത്തിൽ നിന്നും അകന്നു പോവുകയും അവർ BJPയോട് കൂടുതൽ അടുക്കുകയും ചെയ്യുന്നൊരു സാഹചര്യമുണ്ട് എങ്കിൽ വടക്ക് ഈ തീയ വിഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ, അവർ ഒരിക്കൽ പോലും BJPയിലേക്ക് അനുകൂലമായി വോട്ട് ചെയ്തിട്ടില്ല. അവരത്ര കമ്മ്യൂണൽ അല്ല. എന്നാൽ ആ വിഭാഗങ്ങൾ എപ്പോഴും ഇടതുപക്ഷത്തെ പിന്തുണച്ചുകൊണ്ടിരുന്ന വിഭാഗങ്ങളാണ്. അവരിപ്രാവശ്യം UDFന് അനുകൂലമായിട്ടാണ് വോട്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ 10-12 സീറ്റുകളിൽ ഈ ലക്ഷക്കണക്കിന് ഭൂരിപക്ഷമൊക്കെ ഉണ്ടായിരിക്കുന്നത്, പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിൽ. അപ്പോൾ അതുകൊണ്ട് ആ മേഖലയിൽ നിശ്ചയമായും ആൻറ്റി ഇൻകംബൻസി പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് തന്നെ നമ്മൾ കാണണം. അത് ഒരു സർക്കാർ വിരുദ്ധ തരംഗം മാത്രമല്ല. ഇപ്പോൾ ഈ CPMൻ്റെ തുടർഭരണത്തിന് ശേഷം ഇപ്പോൾ
പ്രധാനമായും പിന്നെ നമ്മുടെ തോമസ് ഐസക് മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് പാർട്ടി പ്രവർത്തകരുടെ പെരുമാറ്റ ശൈലി അത് തൃപ്തികരമല്ലാത്തതാണോ എന്നുള്ളൊരു ചോദ്യം അദ്ദേഹം ഈ വിമർശനമായി ഉന്നയിക്കുന്നുണ്ട്. അത് വളരെ ഗൗരവപ്പെട്ടൊരു കാര്യമാണ്. അതാണ് ഞാൻ ഈ പറഞ്ഞത്. തുടർഭരണത്തിന് ശേഷം ഈ പാർട്ടി പ്രവർത്തകരെന്ന് പറഞ്ഞാൽ അത് മുഖ്യമന്ത്രി മുതലാണ് കേട്ടോ. മുഖ്യമന്ത്രി മുതൽ താഴെ തട്ടിൽ വരെയുള്ള എല്ലാ പ്രവർത്തകരും അവരുടെ ഈ പറയുന്ന സമീപനങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള ധാർഷ്ട്യം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അത് വളരെ നെഗറ്റീവായൊരു ഇഫക്റ്റ് ഉണ്ടാക്കും. നമ്മളിപ്പോൾ അധികാരത്തിലിരിക്കുമ്പോൾ കൂടുതൽ വിനയാന്വിതരാകണം. കാരണം എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഈ പിന്നെ ഏതെങ്കിലും ഒരു പ്രത്യേക പരീക്ഷ എഴുതി പാസ്സായിട്ടല്ലല്ലോ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ മന്ത്രിമാരോ ഒന്നും ആകുന്നത്. ഇപ്പോൾ ഒരു പരീക്ഷ പാസ്സായി IAS ഒക്കെ എടുത്ത് ജില്ലാ കളക്ടർ ആകുന്ന ഒരാൾക്ക് വേണമെങ്കിൽ അതിൻ്റെ ഒരു ധാർഷ്ട്യം കാണിക്കാം. കാരണം ഞാൻ പഠിച്ച് പിന്നെ പരീക്ഷ ഒന്നാമതായി പാസ്സായി നേടിയെടുത്തൊരു ബിരുദമാണിതെന്ന്. പക്ഷേ ഒരു മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ മന്ത്രിമാർ അല്ലെങ്കിൽ MLA MP എന്നൊക്കെ പറയുന്നത് ജനങ്ങൾ വോട്ട് ചെയ്ത് അവർക്ക് നൽകുന്നൊരു പദവിയാണ്. സ്വാഭാവികമായും അവർക്ക് ജനങ്ങളോടുള്ള ഉത്തരവാദിത്വം വളരെ കൂടുതലാണ്. അതുകൊണ്ട് അധികാരത്തിലൊക്കെ ഇരിക്കുമ്പോൾ പരമാവധി വിനയാന്വിതരാവുക എന്നുള്ളത് ജനങ്ങൾ ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. അതൊക്കെ ഒരു ഇംപ്രഷൻ ഉണ്ടാക്കും. ഇപ്പം ഈ പറയുന്ന നമുക്ക് ക്ഷേമ പെൻഷൻ കൊടുക്കാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ ആവശ്യത്തിന് മരുന്ന് കൊടുക്കാൻ കഴിഞ്ഞില്ല, അവശ്യ സാധനങ്ങൾ ലഭ്യമാക്കാൻ കഴിഞ്ഞില്ല. ഈ കാര്യങ്ങളൊക്കെ വിശദീകരിക്കാൻ നവകേരള സദസ്സ് നടത്തിയപ്പോൾ ഈ നവകേരള സദസ്സ് ഏത് രീതിയിലാണ് കേരളത്തിലെ പിന്നെ വാർത്തയായത്? ഈ പറയുന്ന പൂച്ചട്ടി പ്രയോഗം കൊണ്ടും എന്താ ജനരക്ഷാ പ്രവർത്തനം എന്നുള്ള വാക്കൊക്കെ കൊണ്ടുമൊക്കെയാണ്. അതൊക്കെ ഒരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യും. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് നന്നായി ഭരിക്കാൻ കഴിയുന്ന ഒരു സാമ്പത്തിക സ്ഥിതി ഇല്ല എങ്കിൽ അത് ജനങ്ങളോട് നേരിട്ട് പറയുകയും അത് വളരെ ലളിതമായും വളരെ സ്നേഹത്തോടും ഒക്കെ പറയുകയും ചെയ്യുന്ന ഒരു രീതി അവലംബിക്കേണ്ടതുണ്ട്. നമ്മൾ ഒരു പൊതുസമൂഹത്തിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പൊതുസമൂഹമാണ് നമ്മളെ വിലയിരുത്തുന്നത്. ആ പൊതുസമൂഹമാണ് നമ്മളെ അധികാരം ഏൽപ്പിച്ചിരിക്കുന്നത് എന്ന് ഉത്തമ ബോധ്യത്തോട് വേണം എപ്പോഴും നമ്മൾ പെരുമാറിക്കൊണ്ടിരിക്കാൻ. അധികാരമുള്ളപ്പോൾ അത് കൂടുതൽ നന്നായി നിർവഹിക്കപ്പെടേണ്ടതുണ്ട്. അപ്പോൾ ആ കാര്യം തോമസ് ഐസക് ഉന്നയിക്കുന്നത് ഒരു ചെറിയ വിമർശനമായി ഞാൻ കാണുന്നത്. അത് ആ പാർട്ടിക്ക് ബോധ്യപ്പെടുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഇടതുപക്ഷം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു പക്ഷമാണ്. നമ്മുടെ സമൂഹത്തിൽ വളരെ അനിവാര്യമായും ഉണ്ടായിരിക്കേണ്ടതാണ് ഇടതുപക്ഷം എന്ന് പറയുന്നത്. അത് ഇടതുപക്ഷത്തിൻ്റെ എതിരാളികളായിട്ടുള്ള കോൺഗ്രസിൻ്റെ AK ആൻ്റണി മുതൽ VD സതീശൻ വരെയുള്ള നേതാക്കൾ പറയുന്നുണ്ട്. ഇടതുപക്ഷം എന്ന് പറയുന്നത് ഇന്ത്യയിലുണ്ടാവണം, കേരളത്തിലുണ്ടാവണം. കാരണം എന്താണ്? ഇടതുപക്ഷത്തിൻ്റെ തകർച്ച എന്ന് പറയുന്നത് മറ്റു പല ഛിദ്രശക്തികൾക്കും വളർന്നു വരാനുള്ളൊരു ഇടമൊരുക്കും. അതൊട്ടും തന്നെ നല്ല കാര്യമല്ല. അതുകൊണ്ട് ഇടതുപക്ഷം കേരളത്തിലുണ്ടാകേണ്ടതുണ്ട്, ഇന്ത്യയിലുണ്ടാകേണ്ടതുണ്ട്. ആ ഇടതുപക്ഷം പല തരത്തിലുള്ള പ്രതിരോധങ്ങൾ പല വിധ്വംസക ശക്തികൾക്കുമെതിരെ ഉയർത്തുന്നതിൽ ശക്തമാണ്. അതുകൊണ്ട് ആ ഭാഗം ഇല്ലാതായി പോവുക, അവർക്ക് ജനങ്ങളുടെ ഒരു പിന്തുണ ഇല്ലാതായി പോവുക എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആലോചിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. അതൊട്ടും തന്നെ പ്രോഗ്രസീവുമല്ല. അപ്പോൾ പിന്നെ എന്താ വേണ്ടത്? ഇടതുപക്ഷം തിരുത്തേണ്ട കാര്യങ്ങളിൽ തിരുത്തണം. അതിനകത്താണ് ഞാൻ ഈ പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത്. ഈ ധാർഷ്ട്യം പോലെയുള്ള പ്രശ്നങ്ങൾ ഇടതുപക്ഷം തിരുത്തിയേ മതിയാകൂ. അധികാരത്തിലിരിക്കുന്നവർ കൂടുതൽ വിനയാന്വിതരാകണം. മറ്റൊരു കാര്യം എന്താണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്? അഴിമതി സംബന്ധിച്ച് ചില ആക്ഷേപങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതിലുള്ള ദേഷ്യമാണോ? എന്താണ് ഈ അഴിമതി സംബന്ധിച്ചുള്ള ആക്ഷേപം എന്ന് പറയുന്നത്? ഒരു സംശയവും വേണ്ട കേട്ടോ. ഈ എക്സാലോജിക്ക് പോലുള്ള പ്രശ്നങ്ങൾ അത് എത്ര സാങ്കേതികമായി നമ്മൾ വിശദീകരിക്കാൻ ശ്രമിച്ചാലും അത് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഇംപ്രഷനുണ്ട്, ഒരു ഇമ്പാക്റ്റ് ഉണ്ട് കേരളത്തിലെ സമൂഹത്തിനിടയിൽ. മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ടാണ് ആക്ഷേപം ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. അത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അത് വലിയ പ്രതിഷേധങ്ങൾക്ക് ഇടവരുത്തും. നിങ്ങളുടെ അഭിപ്രായത്തെ അത് സ്വാധീനിക്കും. നിങ്ങൾക്ക് ആ പാർട്ടിയോടുള്ള, ആ സർക്കാരിനോടുള്ള, ആ മുഖ്യമന്ത്രിയോടുള്ള, ആ മന്ത്രിസഭയോടുള്ള സമീപനത്തെയൊക്കെ അത് സ്വാധീനിക്കും. അപ്പോൾ ഇത്തരം വിവാദങ്ങൾ ഉണ്ടാകാതിരിക്കുവാനുള്ള ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. ഒരർത്ഥത്തിൽ തോമസ് ഐസക് പറയാതെ പറയുന്നത് ഈ പറയുന്ന അഴിമതി ആക്ഷേപം എന്നൊക്കെ പറയുന്നത് മുഖ്യമന്ത്രിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ആക്ഷേപം തന്നെയാണെന്ന കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. അപ്പോൾ ഗുരുതരമായ ചില പ്രശ്നങ്ങളെ തോമസ് ഐസക് അടക്കമുള്ള നേതാക്കൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളോടുള്ള അനിഷ്ടമാണോ ഈ പ്രാവശ്യം സംഭവിച്ചിരിക്കുന്ന വിധിയിലെ ഒരു പ്രധാനപ്പെട്ട ഘടകം, സ്വാധീനം ചെലുത്തിയിരിക്കുന്ന ഘടകമെന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ സർക്കാരിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. ഈ രീതിയിൽ ക്രിയാത്മകമായി തന്നെയാണ് തോമസ് ഐസക്കിൻ്റെ വിമർശനങ്ങളെ ഞാൻ കാണുന്നത്. എന്ന് മാത്രമല്ല, അദ്ദേഹം പറയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമായിട്ട് നമ്മളിപ്പോൾ ഈ ബൈറ്റിൽ കേൾപ്പിച്ചല്ലോ, ഇത് പാർട്ടിക്കകത്തിരുന്ന് പാർട്ടിക്കാർ മാത്രം ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട ഒരു കാര്യമല്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പാർട്ടി എന്ന് പറയുന്നത് പാർട്ടി പ്രവർത്തകരുടെ മാത്രം ഒരു പ്രസ്ഥാനമല്ല, അത് പൊതുജനത്തിൻ്റെ പ്രസ്ഥാനമാണ്. കൃത്യമായ നിരീക്ഷണമാണ്. അപ്പോൾ പൊതുസമൂഹത്തിൽ പ്രവർത്തിക്കുന്ന, പൊതുജനങ്ങളുടെ അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനം അതിൻ്റെ കറക്ഷൻസ് വരുത്താൻ തീരുമാനിക്കുന്നുണ്ട് എങ്കിൽ അത് പൊതുവായി പ്രസ്താവിക്കപ്പെടുകയും അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും നല്ല രീതിയിൽ അത് ചർച്ച ചെയ്ത് ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരിക്കുന്ന ധാരണകളോ തെറ്റിദ്ധാരണകളോ അത് മാറ്റാൻ മുൻകൈയെടുക്കുകയും ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് ഇത് CPM-ൻ്റെ സെക്രട്ടേറിയറ്റും അത് കഴിഞ്ഞിട്ട് പിന്നെ CPM-ൻ്റെ സംസ്ഥാന സമിതിയും കൂടി ഇരുന്ന് ചർച്ച ചെയ്ത് ചില തിരുത്തലുകൾ വരുത്തിയേക്കാം, സർക്കാരിൻ്റെ പിന്നെ പ്രവർത്തനങ്ങളൊന്നും മെച്ചപ്പെടുത്തിയേക്കാം എന്ന് മാത്രം തീരുമാനിച്ചാൽ പോരാ. ഉമ്മൻചാണ്ടി പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നിങ്ങളൊരു കാര്യം ചെയ്താൽ മാത്രം പോരാ, ആ കാര്യം ചെയ്തു എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുകയും വേണം, അഥവാ ബോധ്യപ്പെടുത്തുകയും വേണം എന്ന് ഉമ്മൻചാണ്ടി പറയും. അപ്പോൾ അതേപോലെയാണ് നമ്മൾ തിരുത്തൽ വരുത്തുന്നു എന്ന് പറയുമ്പോൾ ആ തിരുത്തൽ എന്താണ് വരുത്തുന്നത് എന്ന് പറയാൻ നിങ്ങൾ ബാധ്യസ്ഥമാണ്. അങ്ങനെയാണ് നിങ്ങളുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ പൊതുസമൂഹത്തിന് മുമ്പിൽ വന്നിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ചില വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്, ഞങ്ങളുടെ പെരുമാറ്റ രീതികളിൽ ഇങ്ങനെ ചില വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്, ഞങ്ങളുടെ പ്രവർത്തന രീതികളിൽ ഇങ്ങനെ ചില വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്, ഞങ്ങൾ അനാവശ്യമായ ചില വിവാദങ്ങളിൽ പെട്ടുപോയിട്ടുണ്ട്, ചില ആക്ഷേപങ്ങളിൽ പെട്ടുപോയിട്ടുണ്ട്, തുറന്നു
തുറന്നു പറയേണ്ടി വരും. എന്നാൽ മാത്രമേ ജനങ്ങൾക്ക് അത് ബോധ്യപ്പെടുള്ളൂ. അപ്പോൾ അത്തരത്തിലൊരു തുറന്നു പറച്ചിലിന് CPM തയ്യാറാകുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഞാനിവിടെ മുഖ്യമന്ത്രി രാജിവെക്കണമെന്നുള്ള CPIയുടെ വാദമോ അല്ലെങ്കിൽ പിണറായിയാണ് ഈ തോൽവിക്ക് കാരണം അല്ലെങ്കിൽ പിണറായിയുടെ പെരുമാറ്റമാണ് ഈ തോൽവിക്ക് കാരണം എന്നൊന്നും വിലയിരുത്തുന്നില്ല. പക്ഷേ ഓരോരോ ഘടകങ്ങൾ ചേർന്നാണ് നമ്മളുടെ അഭിപ്രായ രൂപീകരണത്തെ സ്വാധീനിക്കുക. ആ എല്ലാ ഘടകങ്ങളും പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. കാരണം ഞാൻ ആദ്യം തുടങ്ങുമ്പോൾ പറഞ്ഞ പോലെ ഇതൊരു പൊതുസമൂഹത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടി ആയതുകൊണ്ട് അത് പൊതുസമൂഹത്തിനോട് ഉത്തരവാദിത്തപ്പെട്ട് പ്രവർത്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത് തോമസ് ഐസക്കിൻ്റെ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള വിമർശനങ്ങൾ വളരെ ക്രിയാത്മകമാണ്. ആ വിമർശനങ്ങൾ ആ പാർട്ടിക്കുള്ളിൽ ചർച്ച ചെയ്യപ്പെടുകയും ആ പാർട്ടി പൊതുസമൂഹത്തോട് അത്തരം കാര്യങ്ങൾ പറയാൻ നിർബന്ധിതമാവുകയും ചെയ്യും. അങ്ങനെ ഒരു ക്ലാരിറ്റി വരുത്താത്ത പക്ഷം ഈ പ്രസ്ഥാനത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. അത് അപകടകരമായ ഒരു സാഹചര്യത്തിലേക്ക് പോകും. അതുകൊണ്ട് വേണ്ട തിരുത്തലുകൾ വരുത്താൻ CPMന് കഴിയട്ടെ, ഇടതുപക്ഷത്തിന് കഴിയട്ടെ. കാരണം ഇടതുപക്ഷം ഈ സമൂഹത്തിന് അനിവാര്യമായ ഒരു പക്ഷമാണ്. ആ പക്ഷം ഏതെങ്കിലും തരത്തിൽ ദുർബലപ്പെട്ടാൽ സംഭവിക്കാനിരിക്കുന്നത് കേരളത്തിൻ്റെ സാമൂഹിക ഘടനയിൽ തന്നെ വലിയ അപകടകരമായിട്ടുള്ള വ്യതിയാനങ്ങൾ സംഭവിക്കും. അത് സംഭവിക്കാതിരിക്കണമെങ്കിൽ CPM തുറന്ന വിമർശനങ്ങൾക്കും CPMൻ്റെ തന്നെ രീതി എന്താ, കമ്മ്യൂണിസ്റ്റുകളുടെ രീതി എന്ന് പറയുന്നത് വിമർശനം മാത്രമല്ലല്ലോ, സ്വയം വിമർശനവും ഉണ്ടല്ലോ. അപ്പോൾ ആ സ്വയം വിമർശനം നടത്തി കറക്റ്റ് ചെയ്യട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ശരി, തിരുത്തേണ്ടത് തിരിച്ചറിഞ്ഞു എന്ന ചോദ്യത്തിന് തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഓരോ നേതാക്കളായിട്ടുള്ള പ്രതികരണങ്ങൾ വരികയാണ്. കഴിഞ്ഞ ദിവസം MV ഗോവിന്ദൻ നന്നായി തോറ്റു, എങ്ങനെ തോറ്റു എന്നുള്ളതാണ് നോക്കേണ്ടത്, അല്ലാതെ ജയിച്ചു എന്ന് പറയുകയല്ല എന്ന് വേണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്നിപ്പോൾ TM തോമസ് ഐസക്കാണ് കൂടുതൽ ശക്തമായ പ്രതികരണങ്ങൾ നടത്തിയിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ പല നേതാക്കളും ഒറ്റയ്ക്കും തെറ്റയ്ക്കുമൊക്കെ ഈ കാര്യങ്ങൾ പറയുന്നുണ്ട്. തിരുത്താതെ നിവൃത്തിയില്ല എന്നൊരു സാഹചര്യത്തിലേക്ക് പാർട്ടി എത്തി എന്നൊരു ബോധ്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. അപ്പോൾ ജനങ്ങളോട് തുറന്ന മനസ്സോടെ സംവദിക്കണം. പാർട്ടിക്കാരുടേതല്ല, ജനങ്ങളുടെ പാർട്ടിയാണ്. അച്ചടക്കം സ്വയം പാലിക്കേണ്ടതാണ്. എന്തുകൊണ്ട് അനുഭാവികളെതിരായി എന്ന് പരിശോധിക്കണം. അത് മനസ്സിലാക്കാൻ സംവാദങ്ങൾ വേണം. അതായത് പാർട്ടിക്കകത്ത് അടച്ചിട്ട ചർച്ചകൾ പോരാ. ആ ചർച്ചകൾ നടത്തുമ്പോൾ തന്നെ ജനങ്ങളോട് സംവദിക്കുകയും ജനങ്ങൾ എന്താണെന്ന് പറയുന്നത് കേൾക്കാനുള്ള ഒരു ചെവി ഉണ്ടാവുകയും വേണമെന്ന് അദ്ദേഹം പറയുന്നു. CPMൻ്റെ 80% വോട്ടും താഴെത്തട്ടിൽ നിന്നാണ്. അത് 40%-ഓളം പാവപ്പെട്ടവർ, തൊഴിലാളികളാണ് വോട്ട് ചെയ്തിരുന്നത്. ആ വോട്ട് എങ്ങനെയാണ് മാറിക്കുത്തിയത്, എങ്ങനെ പാർട്ടിയിൽ നിന്ന് അകന്നു പോയി എന്ന ഗുരുതരമായ വിഷയം പരിശോധിക്കേണ്ടതുണ്ട് എന്ന് തോമസ് ഐസക് പറയുന്നു. എപ്പോൾ പറയുന്നു എന്നതും പ്രാധാന്യമുള്ള കാര്യമാണ്. ഇപ്പോൾ ഇന്നു മുതൽ എങ്ങനെ പരാജയപ്പെട്ടു എന്ന കാര്യങ്ങൾ പരിശോധിക്കാനായി പാർട്ടിയുടെ നേതൃയോഗങ്ങൾ തുടങ്ങിയിരിക്കുന്ന ദിവസം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം വരുന്നത്. അപ്പോൾ അദ്ദേഹം ഈ അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ എല്ലാ കാര്യങ്ങളും ഇവിടെ പറയുന്നില്ല, പാർട്ടിക്കകത്ത് പറയേണ്ടതുണ്ട്. അപ്പോൾ കുറച്ചുകൂടി കടുപ്പത്തിലുള്ള പ്രതികരണങ്ങൾ, കുറച്ചുകൂടി അദ്ദേഹത്തിൻ്റെതായ മനസ്സിലാക്കൽ, അതൊക്കെ അദ്ദേഹം പാർട്ടിക്കകത്ത് പറയുമെന്ന് വേണം കരുതാൻ. അതൊക്കെ പിന്നീട് പുറത്തു വരുമായിരിക്കും. അപ്പോഴും ഏറ്റവും ഗുരുതരമായ പിഴവരുത്തുന്ന അല്ലെങ്കിൽ ഈ ശൈലിയിൽ ആദ്യം മാറ്റം വരുത്തേണ്ട മുഖ്യമന്ത്രി, ആ മുഖ്യമന്ത്രി ആ ശൈലി തിരുത്തുമോ? മുഖ്യമന്ത്രിയെ തിരുത്താൻ ഈ പാർട്ടിയിലെ എത്ര പേർ പ്രതികരിക്കുമെന്നുള്ളതാണ് അറിയേണ്ടത്. ഇപ്പോൾ ഭരണവുമായി ബന്ധപ്പെട്ട് വിരുദ്ധ വികാരം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മുഖ്യമന്ത്രിയുടെ പ്രതികരണങ്ങൾ, മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ആരോപണങ്ങളൊക്കെ തന്നെയാണ്. അതിനെ ജനം എങ്ങനെ എടുത്തു എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ആ പരിശോധനയിലേക്ക് കടക്കുമ്പോൾ മുഖ്യമന്ത്രിയെ നേരിട്ട് വിമർശിക്കാൻ പാർട്ടിക്കകത്ത് കുറച്ചു കാലമായി പാർട്ടി യോഗങ്ങളിൽ അത്തരം കാര്യങ്ങൾ നടക്കാറില്ല എന്നുള്ളത് നമ്മൾ പല കാലങ്ങളായി റിപ്പോർട്ട് ചെയ്യുന്നതാണ്. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ ശേഷം അല്ലെങ്കിൽ പാർട്ടിക്കാണ് കടിഞ്ഞാൻ, ആ കാര്യത്തിൽ നിന്ന് ഒരുപാട് മാറ്റം വന്നിരുന്നു. പക്ഷേ ഈ ഒരു പരാജയത്തിൻ്റെ പശ്ചാത്തലത്തിൽ അതിലേക്കൊക്കെ തിരിച്ചു പോകുമോ പാർട്ടി എന്നുള്ള കാര്യം പരിശോധിക്കേണ്ടതാണ്. നേരത്തെ ഈ പോസ്റ്റ് പോൾ സർവേകൾ വരുമ്പോൾ CSDസിൻ്റെ സർവേയിൽ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ 45% നായർ വോട്ടും 33% ഈഴ വോട്ടും BJPക്ക് പോയി എന്ന ഒരു കണക്ക് കൂടി പുറത്തു വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കൂടി പാർട്ടി പരിശോധിക്കേണ്ടതാണ്. ഇപ്പോൾ പറയുന്ന ഭരണവിരുദ്ധ വികാരങ്ങൾ മാത്രമല്ല, അതല്ലാതെയുള്ള കാര്യങ്ങളും എങ്ങനെയൊക്കെ സംഭവിച്ചു എന്നുള്ള കാര്യം പറയേണ്ടതാണ്. ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളുടെ ഉപയോഗവുമായി ബന്ധപ്പെട്ടും തോമസ് ഐസക് പറയുന്നുണ്ടല്ലോ. സാമൂഹ്യ മാധ്യമങ്ങൾ ഇപ്പോൾ കോൺഗ്രസ് ആയാലും BJP ആയാലും കാശ് കൊടുത്ത് കാര്യങ്ങൾ വാങ്ങുന്നു, ഇൻഫ്ലുവൻസേഴ്സിൻ്റെ പേജുകൾ വാങ്ങുന്നു, ആ തരത്തിൽ പ്രചാരണങ്ങൾ നടത്തിയെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ലെഫ്റ്റിന് സോഷ്യൽ മീഡിയയിൽ ആ തരത്തിലുള്ള ഒരു സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ പാർട്ടിക്ക് പണമില്ലാത്തതുകൊണ്ടാണ് എന്ന അദ്ദേഹത്തിൻ്റെ ഭാരത്തോട് എനിക്ക് യോജിപ്പില്ല. പാർട്ടിക്ക് പണമില്ലാഞ്ഞിട്ടല്ല, ആ രൂപത്തിൽ ചില പ്രതികരണങ്ങളൊക്കെ അല്ലെങ്കിൽ ആ രീതിയിലുള്ള പ്രചാരണങ്ങളൊക്കെ ഒരു വശത്ത് നടക്കുന്നുമുണ്ടായിരുന്നു. സോഷ്യൽ മീഡിയ നല്ല രീതിയിൽ തന്നെ CPMന് വേണ്ടി പ്രവർത്തിച്ചിട്ടുമുണ്ട്. അതിലപ്പുറം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ കാര്യമൊന്നുമല്ല പറയുന്നത്. അതല്ലാതെ ഈ പറയുന്ന വ്യാജ പ്രൊഫൈലുകൾ ഏതൊക്കെ രീതിയിൽ പ്രവർത്തിച്ചു, അതിനെ എങ്ങനെ ഉപയോഗിച്ചു എന്നുള്ള കാര്യം പരിശോധിക്കുന്നുണ്ട്. അങ്ങനെ ഒരു പരിശോധനയ്ക്ക് പാർട്ടി പോകുമോ? നേരത്തെ ഈ സാമൂഹ്യ മാധ്യമങ്ങൾ വ്യാജ പ്രചാരണത്തിന് വേണ്ടി ഏറ്റവും ഫലപ്രദമായി ഉപയോഗിച്ചിട്ടുള്ളത് BJP ആണെന്നുള്ള കാര്യം നമുക്കറിയാം. അത് എങ്ങനെയൊക്കെ പ്രയോഗിച്ചു എന്നുള്ള കാര്യം നേരത്തെ തന്നെ ഒരു പുസ്തകമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. I am a troll എന്ന പുസ്തകം, സ്വാതി ചതുർവേദിയുടെ പുസ്തകം. അതിൽ BJP
തന്നെ പറയുന്നു ഞങ്ങൾ എങ്ങനെയാണ് അത് ഉപയോഗപ്പെടുത്തിയതെന്ന് അവർ തന്നെ തുറന്നു പറയുന്നതാണ് ആ പുസ്തകത്തിലുള്ളത്. അപ്പോൾ അതിലേക്കൊക്കെ പോകുന്ന രീതിയിലേക്ക് ഈ തെരഞ്ഞെടുപ്പിൽ മോശം പ്രവണത നമ്മൾ കണ്ടിട്ടുണ്ട്. വടകരയിൽ ഇപ്പോൾ ഇന്ന് വിഷയമായിരിക്കുന്ന കാര്യം കെ ലതിക എന്ന CPM സംസ്ഥാന കമ്മിറ്റി അംഗം എങ്ങനെയാണ് ഒരു വ്യാജ പ്രൊഫൈലിൽ നിന്ന് വന്ന വാർത്ത, അതും വർഗീയ വിദ്വേഷം ഉണ്ടാക്കുന്ന ഒരു കാര്യം എങ്ങനെയാണ് ഷെയർ ചെയ്തതെന്നുള്ളതാണ്. ഇന്നവർ അത് പിൻവലിക്കുകയും തൻ്റെ പ്രൊഫൈൽ ലോക്ക് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. യഥാർത്ഥത്തിൽ തിരുത്തൽ വരുത്തുന്നെങ്കിൽ ഈ നേതാവ് യഥാർത്ഥത്തിൽ മാപ്പ് പറയുകയാണ് വേണ്ടത്. എൻ്റെ ഭാഗത്തുനിന്ന് ഒരു പിഴവ് വന്നു എന്ന് പറയുകയാണ് വേണ്ടത്. അങ്ങനെയുള്ള തിരുത്തലുകളാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. അങ്ങനെ ഒരു തിരുത്തലിലേക്ക് വരുമോ? ഇന്നിപ്പോൾ കെ ലതികയ്ക്ക് പിഴവ് പറ്റിയെന്ന് കെ.ടി. കുഞ്ഞിക്കണ്ണൻ എന്ന നേതാവ് നമ്മുടെ ചർച്ചയിൽ തന്നെ, എം.വി. നികേഷ് കുമാർ ചർച്ചയിൽ തന്നെ പറഞ്ഞു. അങ്ങനെ തുറന്നു പറച്ചിലേക്ക് പാർട്ടി വരുമോ? വടകരയിൽ ഞങ്ങൾ ഉപയോഗിച്ച പ്രചാരണ തന്ത്രങ്ങൾ മോശമായിരുന്നു, അത് ചെയ്തുകൂടാത്തതായിരുന്നു എന്ന തിരിച്ചറിവിലേക്ക് അല്ലെങ്കിൽ തുറന്നു പറച്ചിലേക്ക് പാർട്ടി എത്തുമോ? അങ്ങനെ ഒരു വിശദമായ തിരുത്തലിലേക്ക് പാർട്ടി പോകുമോ എന്ന് അറിയേണ്ടതുണ്ട്. അപ്പോൾ ഒരുപാട് ഘടകങ്ങളുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസവും പാഠം പഠിച്ചു എന്നടക്കമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്താണ്. നമ്മളിപ്പോൾ ഇന്നിപ്പോൾ ഇത് ചർച്ച ചെയ്യുന്നത് തോമസ് ഐസക്കിൻ്റെ തുറന്ന പ്രതികരണം വന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ്. അപ്പോൾ പാഠം പഠിച്ചു എന്ന് പറയുമ്പോൾ വിവിധ കാര്യങ്ങളുണ്ട്, പല കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഇവിടെ വർഗീയമായി കാര്യങ്ങൾ ചേരിതിരിഞ്ഞിട്ടുള്ള ഒരു രീതിയിലേക്ക് കേരളം മാറിയിട്ടുണ്ട്. വെള്ളാപ്പള്ളി നടേശൻ്റെ വർഗീയ പ്രചാരണങ്ങൾ ഇപ്പോഴും തുടരുന്നുണ്ട്. അത് തുടരുമ്പോൾ വെള്ളാപ്പള്ളിയെ തിരുത്തിക്കാനൊന്നും കഴിഞ്ഞില്ലെങ്കിൽ വെള്ളാപ്പള്ളി ഇങ്ങനെ പറഞ്ഞുകൂടാ എന്ന് പറയാൻ, അല്ലെങ്കിൽ ഒരു കേസ് എടുക്കാൻ തയ്യാറാവുന്നതിലേക്കൊക്കെ പാർട്ടി മാറുമോ എന്നും പരിശോധിക്കേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് തിരുത്തലുകൾ നടത്തേണ്ടതുണ്ട്. അത് നടത്തുമോ? അടരുകളിൽ സംഭവിച്ചിരിക്കുന്ന പരാജയം എന്നാണ്. പല അടരുകളായിട്ടുള്ള പരാജയമാണ്. അപ്പോൾ പല തരത്തിൽ പരിശോധിക്കേണ്ടതുണ്ട്. ആ പരിശോധനയിലേക്ക് പാർട്ടി കടക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള അഭിപ്രായം. എം.വി. നികേഷ്. തോമസ് ഐസക് ആഞ്ഞടിച്ചതായിട്ടൊന്നും ഞാൻ കാണുന്നില്ല. പാർട്ടി പ്ലീനത്തിൽ അല്ലെങ്കിൽ പാർട്ടി രേഖകളിൽ മുൻകാലങ്ങളിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് തോമസ് ഐസക് ആവർത്തിച്ചിരിക്കുന്നത്. പക്ഷേ ഈ കോണ്ടെക്സ്റ്റിൽ അത് പ്രധാനപ്പെട്ടതാണ് എന്നുള്ളതേ ഉള്ളൂ. പാർട്ടി ജനങ്ങളുടേതാണെന്ന ബോധ്യം വേണം, തിരുത്തേണ്ട തെറ്റുകൾ തിരുത്തണം, ജനങ്ങൾക്കുള്ള ആനുകൂല്യങ്ങൾ വൈകിപ്പിച്ചത് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായോ എന്ന് പരിശോധിക്കണം, ജനങ്ങളോട് തുറന്ന മനസ്സോടെ സംവദിച്ചു പോകണം, അവർ പറയുന്ന കാര്യങ്ങൾ നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല എങ്കിലും അഭിപ്രായങ്ങൾ പരിഗണിക്കുക തന്നെ വേണം. പാർട്ടിക്കാരുടേതല്ല, ജനങ്ങളുടേതാണ്. തുറന്ന മനസ്സോടുകൂടി വിമർശനങ്ങൾ കേൾക്കണം. CPM അനുഭാവികൾ ഒരു വിഭാഗം എതിരായി വോട്ട് ചെയ്തത് എന്തുകൊണ്ടാണ് എന്നുള്ളത് സംബന്ധിച്ച് സംവാദമുണ്ടാകണം എന്നുള്ളത്. ഇതൊക്കെ ഈ കോണ്ടെക്സ്റ്റിൽ ചില കൂട്ടിച്ചേർക്കലുകൾ ഉണ്ടായി എന്നല്ലാതെ പാർട്ടിയുടെ വ്യത്യസ്ത സമയങ്ങളിലെ തിരുത്തൽ രേഖകളിൽ ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി പറയുന്നുണ്ട് എന്നുള്ളതാണ്. ഇവിടെ CPM അനുഭാവികൾ മാറുന്നു എന്നുള്ള ഒരു വിഷയം നോക്കൂ. ഇവിടെ കാണേണ്ടത് അടിസ്ഥാന മൂല്യങ്ങളിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ്. ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അല്ലെങ്കിൽ അതിനുശേഷം വന്നിട്ടുള്ള വിലയിരുത്തലുകളിൽ കണ്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ന്യൂനപക്ഷ വോട്ടുകൾ സ്വാധീനിക്കാൻ CPM ശ്രമിച്ചതാണ് ഭൂരിപക്ഷ വോട്ടുകൾ നഷ്ടപ്പെടാൻ കാരണമെന്നുള്ളതാണ്. നോക്കൂ, CPM ആ നിലയിൽ ന്യൂനപക്ഷ വോട്ടുകൾ സ്വാധീനിക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും ശ്രമം നടത്തിയതായി കാണുന്നില്ല. പകരം വളരെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്താണ്? ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഭരണഘടനയെ മാറ്റുന്നതിന് വേണ്ടി BJP ശ്രമം നടത്തുന്നു. 370 സീറ്റിന് വേണ്ടി ആഗ്രഹിച്ച നരേന്ദ്രമോദിക്ക് ജനം നൽകിയത് 240 ഓർക്കണം. 240 സീറ്റ് നൽകി നിങ്ങൾ ഭരണഘടനയെ മാറ്റരുത് എന്ന് കൃത്യമായ സന്ദേശം നൽകിയിട്ടുള്ള, അവിടെയാണ് CA അടക്കമുള്ള വിഷയങ്ങൾ CPM ഉയർത്തിയിട്ടുള്ളത്. അപ്പോൾ ന്യൂനപക്ഷ വോട്ടുകൾ കിട്ടിയില്ല, അപ്പോൾ കുറേ കൂടി തീവ്രമായ ന്യൂനപക്ഷ രാഷ്ട്രീയം പറയണമെന്നോ അല്ലെങ്കിൽ ന്യൂനപക്ഷ വിഷയം ഉന്നയിക്കുന്നത് നിർത്തണം ഭൂരിപക്ഷ വോട്ടുകൾ കിട്ടാൻ എന്നുള്ള നിലയിലോ അല്ല ആ വിഷയത്തെ കാണേണ്ടത്. വർഗീയ സംഘടനകളുടെ വളർച്ച, അത് വർഗീയമായ ചേരിതിരിവുണ്ടാക്കുന്ന രാഷ്ട്രീയ സംഘടനകളുടെ വളർച്ച, നേരത്തെ ശ്രമിച്ച് പരാജയപ്പെട്ട ജാതി സംഘടനകൾ വീണ്ടും സമൂഹത്തിൽ വർഗീയ ചേരിതിരിവ് ഉണ്ടാക്കാൻ നടത്തുന്ന ശ്രമം, ഇതിനെ തിരിച്ചറിയുക എന്നുള്ളതാണ്. 2 സംസ്ഥാന സെക്രട്ടറിമാരുടെ കാര്യം ഞാൻ പറയാൻ വേണ്ടി. ഒന്ന് VS അച്യുതാനന്ദനാണ് സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന ഘട്ടത്തിൽ കേരളത്തിലെ SNDP യോഗത്തിനെയൊക്കെ തന്നെയും ഈ നിലയിലുള്ള പ്രവർത്തനങ്ങളെ അടിച്ചിരുത്തിയത്. ഒരു ഘട്ടത്തിൽ വെള്ളാപ്പള്ളി നടേശന് വീട്ടിൻ്റെ പുറത്തിറങ്ങാൻ കഴിയാത്ത രീതിയിലുള്ള ഉപരോധം VS അച്യുതാനന്ദൻ നടത്തി. അന്ന് വെള്ളാപ്പള്ളി നടേശൻ തന്നെ എന്നോടൊരു അഭിമുഖത്തിൽ പറഞ്ഞത്, എൻ്റെ മകൻ തുഷാർ വെള്ളാപ്പള്ളി VS അച്യുതാനന്ദൻ്റെ കാലു പോയി പിടിച്ചിരുന്നു. എന്ന് വെച്ചാൽ ഫിസിക്കലി തന്നെ കാലു പോയി പിടിച്ചിട്ട് പോലും ഒരു അണുകിട വ്യത്യാസത്തിൽ അതിൽ നിന്ന് പിന്മാറാൻ VS അച്യുതാനന്ദൻ തയ്യാറായിട്ടില്ല. മറ്റൊരു കാര്യം, പിണറായി വിജയൻ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന ഘട്ടത്തിൽ കേരളത്തിൽ കഴിഞ്ഞ 1-2 പതിറ്റാണ്ട് ന്യൂനപക്ഷ മേഖലകളിൽ വലിയ നിലയിൽ
നിലയിൽ വർഗീയ ചേരിതിരിവുണ്ടാക്കുന്ന വിഭാഗങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ, ഇവരോടൊന്നും ഒരു കണിക പോലും വിട്ടുവീഴ്ച ചെയ്യാതെ, അല്ലെങ്കിൽ അവരോട് സംസാരിക്കാൻ പോലും കൂട്ടാക്കാതെ രാഷ്ട്രീയത്തിൽ വേറിട്ട രീതിയിലുള്ള ഒരു നിലപാടെടുത്ത സംസ്ഥാന സെക്രട്ടറിയുടെ പേരാണ് പിണറായി വിജയൻ എന്നുള്ളത്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും തരത്തിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഇവരും അവരും എന്നുള്ള നിലയിലേക്കൊക്കെ ഈ പറയുന്ന ദൈനംദിന രാഷ്ട്രീയത്തിൽ അവരോടൊക്കെ തന്നെയും മൃദു സമീപനം പുലർത്തിയിട്ടുണ്ടോ? SNDP യോഗത്തിൻ്റെ കാര്യത്തിലായാലും SDPIയുടെ കാര്യത്തിലായാലും ജമാഅത്തെ ഇസ്ലാമിയുടെ കാര്യത്തിലായാലും ഏതെങ്കിലും തരത്തിൽ മൃദു സമീപനം പുലർത്തുന്നുണ്ടോ? അത് UDF പരിശോധിക്കണം, ജമാഅത്തെ ഇസ്ലാമിയുടെ കാര്യത്തിനകത്തും SDPIയുടെ കാര്യത്തിനകത്തും. എന്നതുപോലെ CPM വിലയിരുത്തണം ജാതി സംഘടനകളുടെ കാര്യത്തിൽ. ആ നിലയിലുള്ള പരിശോധന നടത്തിയ അടിസ്ഥാന മൂല്യങ്ങളിൽ ഉറച്ചു നിൽക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ CPMനെ സംബന്ധിച്ചിടത്തോളം വോട്ട് ചോർച്ച ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. പിന്നെ ഈ ബൂർഷ്വാ ജനാധിപത്യത്തിൽ തങ്ങളിലെ തെറ്റായ പ്രവണതകൾ അരിച്ചരിച്ചിറങ്ങുന്നു എന്ന് MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞല്ലോ. നോക്കൂ, അത് സ്വാഭാവികമായിട്ടും പരിശോധിക്കപ്പെടേണ്ടത് തന്നെയാണ്. അതിനകത്ത് എനിക്ക് തർക്കമില്ലാത്ത കാര്യമാണ്. നേരത്തെ ഉണ്ണി ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഈ ഒരു ജനങ്ങളുമായി സംവദിക്കുന്ന പരിപാടിയിൽ ജനങ്ങൾക്കെതിരാകുന്ന രീതിയിൽ ആ പരിപാടി മാറ്റപ്പെട്ടു, അല്ലെങ്കിൽ അതിൻ്റെ ആഖ്യാനം അങ്ങനെ ആക്കപ്പെട്ടു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആ ഘട്ടത്തിൽ തന്നെ ഇത്തരം പ്രവണതകൾ ഒരുപക്ഷെ തിരിച്ചടി ആയേക്കില്ലേ എന്നുള്ള ചോദ്യം നമ്മളൊക്കെ ഉയർത്തിയിരുന്നു. അത് തിരിച്ചടി ആവുന്നുണ്ടോ എന്നുള്ളത് സംഘടനാപരമായി തന്നെ പരിശോധിക്കേണ്ട വിഷയമാണ്. മാത്രമല്ല, അങ്ങനെയൊക്കെ കയറൂരി വിടാൻ പാടുണ്ടോ പാർട്ടി പ്രവർത്തകരെ, അതിനെ ന്യായീകരിക്കാൻ പാടുണ്ടോ പാർട്ടി പ്രവർത്തകരെ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. പിന്നെ രണ്ടാമത് അഴിമതി. നോക്കൂ, അഴിമതി ഈ സർക്കാരിൻ്റെ കാലത്ത് ഉണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല, അഴിമതി ഉണ്ട് എന്ന് കാണിക്കുന്നതിന് വേണ്ടി വ്യാജ തെളിവുകൾ സൃഷ്ടിക്കുന്നതാണ് കൈയോടുകൂടി പിടിക്കപ്പെട്ടിട്ടുള്ളത്. അഴിമതിയുടെ ഒരു ആക്ഷേപം ഉയർന്നു വന്നപ്പോൾ 3 കോടതികളാണ് നിന്നു പറഞ്ഞത് ഇത് രാഷ്ട്രീയ പ്രേരിതമാണ്, ഇത് കോടതിയിൽ വ്യവഹാരത്തിന് പോലും എടുക്കാൻ കഴിയാത്ത കേസുകളാണ് എന്ന്. അതിനുശേഷമാണ് ഒരു BJP നേതാവ് ഇതാണ് വിദേശ അക്കൗണ്ട് എന്ന് പറഞ്ഞ് രേഖകൾ സമർപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അത് പ്രതിപക്ഷ നേതാവ് കൊണ്ടാടുകയാണ്. അപ്പോൾ അത് പൊളിഞ്ഞുപോയി എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ അഴിമതിയല്ല, അഴിമതി ഉണ്ട് എന്ന് കാണിക്കാനുള്ള വ്യാജ ആരോപണങ്ങളാണ് ഇവിടെ കൈയോടെ പിടിക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ്. പിന്നെ എന്താ സംഭവിക്കുന്നത്? സ്വാഭാവികമായിട്ടും അതൃപ്തി നിലനിൽക്കുന്നുണ്ട് ആളുകൾക്കിടയിൽ. ഞാൻ കഴിഞ്ഞ ചർച്ചയിലും പറഞ്ഞു, ഈ നാട്ടിൽ ക്ഷേമ പെൻഷൻ നൽകിയിട്ടുള്ള തോമസ് ഐസക് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, അത്തരം കാര്യങ്ങൾക്കാണ് പ്രയോറിറ്റി നൽകേണ്ടതോ എന്നുള്ള ഒരു തിരിച്ചറിവ് CPMനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ക്ഷേമ പെൻഷൻ നൽകിയിട്ടില്ല, സർക്കാർ ആശുപത്രികളിൽ പോയാൽ മരുന്നില്ല എന്നുള്ള അവസ്ഥ ഉണ്ട്. സപ്ലൈകോയിൽ പോയാൽ ഇതേ സർക്കാർ തന്നെ, അതായത് പിണറായി 1ാം സർക്കാർ തന്നെ 14 ഇനങ്ങൾക്ക് സബ്സിഡിയോടുകൂടി വിലവർധനമില്ലാതെ സാധനങ്ങൾ നൽകിയിരുന്നു. ഇതൊക്കെ ഈ സർക്കാരിൻ്റെ കാലത്താണ്, 1ാം പിണറായി സർക്കാരിൻ്റെ കാലത്താണ്. അതിനു മുമ്പ് സപ്ലൈക്ക് പൊളിഞ്ഞു കിടക്കുകയായിരുന്നു, അതിനു മുമ്പ് ക്ഷേമ പെൻഷൻ ഇല്ലായിരുന്നു, അതിനു മുമ്പ് സർക്കാർ ആശുപത്രികളൊക്കെ നോക്കുകുത്തികളായിരുന്നു. പക്ഷേ ഈ 1ാം പിണറായി വിജയൻ സർക്കാർ ഇതിനൊക്കെ തന്നെ കാര്യക്ഷമമാക്കി മുന്നോട്ട് കൊണ്ടുപോയതുകൊണ്ട് തന്നെ അത് ഞങ്ങളുടെ അവകാശമാണ് എന്ന് ജനങ്ങൾ മനസ്സിലാക്കുകയും ആ അവകാശങ്ങൾക്ക് വേണ്ടി അതിലെ അതൃപ്തിയാണ്. ആ അതൃപ്തി നിലനിൽക്കുന്ന സമയത്ത് ഒരുപക്ഷെ ഈ അഴിമതി എന്ന ആരോപണങ്ങൾ, അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിലുള്ള CPM പ്രവർത്തകരുടെ ധാർഷ്ട്യം, ധിക്കാരം എന്നുള്ള വാർത്തകൾ, ഇതൊക്കെ തന്നെയും അവരിലേക്ക് കൂടി ഇറങ്ങും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യത. ഏതായാലും CPM തിരുത്തു എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ജനങ്ങൾക്ക് അരുചികരമായ ഒരു കാര്യവും തിരുത്താതെ പോകാൻ CPMന് സാധിക്കില്ല എന്ന് തന്നെയാണ് അടിസ്ഥാനപരമായി ഞാൻ മനസ്സിലാക്കുന്നത്. സുജയ, തിരുത്തേണ്ടത് തിരിച്ചറിഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില നേതാക്കൾ തിരിച്ചറിഞ്ഞു എന്നതിനപ്പുറം യഥാർത്ഥത്തിൽ തിരുത്തേണ്ട വ്യക്തി അത് പൂർണ്ണമായും തിരിച്ചറിയാനോ ഉൾക്കൊള്ളാനോ കഴിഞ്ഞിട്ടില്ല എന്നതാണ് മനസ്സിലാക്കേണ്ടത്. കാരണം നേരത്തെ ഗീവർഗീസ് മാർ കൂറിലോസ് പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ വിവരദോഷി എന്ന് വിളിച്ച മുഖ്യമന്ത്രി പിണറായി വിജയനെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇവിടെ മറ്റ് നേതാക്കളുടെ, ഇപ്പോൾ ഡോക്ടർ TM തോമസ് ഐസക് മുൻ ധനമന്ത്രിയുടെ അഭിമുഖം, ആ അഭിമുഖത്തിൽ ഉടനീളം അദ്ദേഹം പറയുന്നത് എത്രമാത്രം അത് മുഖ്യമന്ത്രി പിണറായി വിജയനെ മുന്നിലിരുത്തിക്കൊണ്ട് അദ്ദേഹത്തിനായാലും ഡോക്ടർ TM തോമസ് ഐസക്കിനായാലും മുഖത്ത് നോക്കി ഇത് പറയാനുള്ള ധൈര്യമുണ്ടോ എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ചോദ്യം. കാരണം നേതാക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആരായാലും, അത് ഡോക്ടർ TM തോമസ് ഐസക് ആയാലും പിണറായി വിജയനായാലും തെറ്റാരാണോ ചെയ്യുന്നത്, ആരാണോ ശൈലി മാറ്റം വരുത്തേണ്ടത് അയാളുടെ മുഖത്ത് നോക്കി പറയണം. എനിക്ക് ഉണ്ണിസാറിനോട് പറയാനുള്ളത് ഞാൻ നികേഷ് സാറിനോട് പറഞ്ഞിട്ട് കാര്യമില്ല, ഉണ്ണിസാറിനോട് തന്നെ പറയണം. അതായത് ഇവിടെ തിരുത്തേണ്ടത് പിണറായി ശൈലിയാണെങ്കിൽ മുഖ്യമന്ത്രിയായ പിണറായി വിജയനോട് തന്നെയാണത് തുറന്നു പറയാൻ തയ്യാറാകേണ്ടത്. ഇനിയിപ്പോൾ പഞ്ചദിന അവലോകന യോഗത്തിന് തുടക്കമായിരിക്കുകയാണ്. ഇന്നും നാളെയും സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുന്നു. 18, 19, 20 സംസ്ഥാന കമ്മിറ്റിയാണ്. ഇതാണ് തിരുത്തേണ്ട സമയം. തിരുത്തേണ്ട കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് നേതാക്കൾ പറയുന്നു, അണികൾ പറയുന്നു, CPIMനെ ഇഷ്ടപ്പെടുന്ന ആളുകൾ പറയുന്നു, ശത്രുക്കൾ പറയുന്നു, വിമർശകർ പറയുന്നു. എല്ലാവരും പറയുന്നത് ഒറ്റ കാര്യമാണ്, തിരുത്തണം. തിരുത്തിയില്ലെങ്കിൽ നിങ്ങൾ തരിപ്പണമാകും. തിരുത്തിയില്ലെങ്കിൽ തരിപ്പണമാകുമെന്ന് വരെ പറഞ്ഞു കൊടുത്തിട്ടും എനിക്ക് തെറ്റിയിട്ടില്ല എന്ന് പറഞ്ഞൊരു പ്രോഗ്രസ് റിപ്പോർട്ടും ഇടത് കൈയിൽ പിടിച്ചുകൊണ്ട് അതിലിടയ്ക്കിടയ്ക്ക് നോക്കി ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെയാണ് തിരുത്തൽ വരിക എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ തിരുത്തേണ്ടത് തിരിച്ചറിഞ്ഞു
എന്ന ചോദ്യത്തിന് എൻ്റെ ആദ്യ ടേക്ക് എന്ന് പറയുന്നത്, തിരിച്ചറിയേണ്ട വ്യക്തി അത് പൂർണ്ണമായും തിരിച്ചറിഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹമാണ് ഈ തിരുത്തലിന് തുടക്കമിടേണ്ടത്. ഈ നേതാക്കളെല്ലാം പലയിടങ്ങളിലായി ഓൺലൈൻ ചാനലിലുള്ള അഭിമുഖത്തിലാണ് ഡോക്ടർ ടി എം തോമസ് ഐസക് പോയിരുന്ന് പറയുന്നത്. അല്ലാതെ ഒരു ക്യാമറ യുമായി വരുന്ന മാധ്യമങ്ങൾക്ക് മുന്നിൽ പോയെന്ന് അദ്ദേഹം ഇത് പറയുന്നില്ല എന്നതുകൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം ഡോക്ടർ ടി എം തോമസ് ഐസക് അർഹിക്കുന്നതിനേക്കാൾ വലിയ തോൽവിയിലേക്കാണ് അദ്ദേഹം പോയത് എന്നുള്ളതൊരു വസ്തുതയാണ്. പത്തനംതിട്ടയിൽ അദ്ദേഹത്തിന് ജയിക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ടെന്ന് പാർട്ടി കേഡറുകൾ അടക്കം വിലയിരുത്തിയതാണ്. നമ്മുടെ ചർച്ചയിലടക്കം അങ്ങനെയുള്ള അഭിപ്രായങ്ങൾ ഉയർന്നു വന്നതാണ്. പക്ഷേ എന്തുകൊണ്ട് അദ്ദേഹത്തിനടക്കം തോൽവി നേരിടേണ്ടി വന്നു? ഏറ്റവും നല്ല, അതായത് അവൈലബിൾ ബെസ്റ്റിനെയാണ് CPIM ഇക്കുറി മത്സരിക്കാൻ ഇറക്കിയത് എന്നുള്ളത് നമ്മളടക്കം ഇവിടെ ഇരുന്ന് വിലയിരുത്തിയതല്ലേ. അപ്പോൾ അവൈലബിൾ ബെസ്റ്റിനെ 15 സീറ്റിൽ ഇറക്കിയിട്ട് ഒരു സീറ്റാണോ നേടേണ്ടത്? വോട്ട് വിഹിതം കൂട്ടേണ്ടത് ഇത്രയുമാണോ? BJP ഇപ്പുറത്ത് വളരുമ്പോൾ അതിനായി ഞങ്ങളുടെ വോട്ടുകൾ എടുത്തോളൂ എന്ന് പറഞ്ഞ് നോക്കി നിൽക്കേണ്ടവരാണോ ക്യാപ്റ്റനും സംഘവും? അത് തിരിച്ചറിഞ്ഞോ എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. അത് തിരിച്ചറിഞ്ഞിട്ടില്ല. കണ്ണൂരിലെ അണികളൊക്കെ ഇപ്പോൾ P ജയരാജൻ ആശയവും എന്ന രീതിയിലൊക്കെ കുറേ ആളുകളെങ്കിലും മാറിയിട്ടുണ്ട് എന്നൊരു സാഹചര്യം കൂടി ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. കാരണം മറുഭാഗത്ത് പോരാളി ഷാജിയെ തപ്പി നടക്കുകയാണ്. അപ്പോൾ ഇപ്പുറത്തെ ഭാഗത്ത് കൃത്യമായ അണികളോട് സംസാരിക്കുന്ന P ജയരാജൻ എന്ന് പറയുന്ന നേതാവ് അവിടെ നിൽക്കുന്നുണ്ട്. മുഖ്യമന്ത്രി സ്ഥാനത്ത് പിണറായി വിജയൻ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി അദ്ദേഹത്തോട് തിരുത്തേണ്ട കാര്യങ്ങളുണ്ട് എന്ന് തുറന്നു പറയാൻ തയ്യാറാകുന്ന രീതിയിലേക്ക് നേതാക്കൾ മാറിയില്ലെങ്കിൽ ഈ പാർട്ടിയിൽ വേണ്ട രീതിയിലുള്ള ഒരു തിരുത്തൽ വരുമെന്ന് ഞാൻ കരുതുന്നില്ല. തെരഞ്ഞെടുപ്പ് തോൽവിയുടെ ഒരു ആഘാതം മാത്രമല്ല ഇവിടുത്തെ പ്രശ്നം. തെരഞ്ഞെടുപ്പ് തോൽവിയുടെ ആഘാതത്തിന് അപ്പുറത്തേക്ക് ചിന്തിക്കേണ്ടതുണ്ട്. ആരാണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം, എന്താണ് മൂല കാരണമെന്ന് മനസ്സിലാക്കി, അതായത് ഒരു ക്യാൻസർ ഒരാൾക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അത് ഏത് കോശത്തിനാണ്, ഏത് ഭാഗത്താണ് അഫക്റ്റഡ് എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ അവിടെയാണ് ചികിത്സ കൊടുക്കേണ്ടത്. അല്ലാതെ മുഴുവൻ ശരീരത്തെയും എടുത്ത് പലവിധ മരുന്നുകൾ കൊടുത്ത് അങ്ങനെ അങ്ങ് തൽക്കാലം രക്ഷിച്ച് ജീവൻ നീട്ടിയെടുത്ത് അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവുകയല്ല വേണ്ടത്. ഇവിടെ തോമസ് ഐസക് പറഞ്ഞ കാര്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ചില പോയിന്റ്സ് ഉണ്ട്. പാർട്ടിക്കാരുടെ മാത്രമല്ലല്ലോ ഈ പാർട്ടി, ജനങ്ങളുടെ പാർട്ടിയാണ് എന്ന വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചത്. അതുകൊണ്ട് തന്നെ മനസ്സിലാക്കി തിരുത്തുക. CPIM അനുഭാവികൾ എതിരായി വോട്ട് ചെയ്തിട്ടുണ്ട് എന്ന് മത്സരിച്ച ഒരു സ്ഥാനാർത്ഥി കൂടിയായ ഒരു മുതിർന്ന നേതാവ്, മുൻ ധനമന്ത്രി കൃത്യമായി പറയുകയാണ്. അദ്ദേഹം ഒന്നും ആലോചിക്കാതെ ഒരു കാര്യം പറയുന്ന ആളാണ് എന്ന് ഞാൻ കരുതുന്നില്ല. ജനങ്ങളെ പാർട്ടിയിൽ നിന്ന് അകറ്റുന്ന സമൂഹ മാധ്യമ ശൈലി അതൊക്കെ ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട്. പക്ഷേ സമൂഹ മാധ്യമങ്ങൾക്കപ്പുറം ഈ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്ന നേതാക്കളുടെ ശൈലി, അവർ ആ ശൈലി എവിടെ നിന്നാണ് ആർജിക്കുന്നത്? അവരുടെ മുന്നിൽ നിൽക്കുന്ന വലിയ നേതാവിൽ നിന്നാണ്. ആ വലിയ നേതാവിന്റെ ശൈലിയാണ് ശരിയെന്ന് കരുതി എല്ലാവരും അതേ ശൈലിയിലേക്ക്, അതേ ധാർഷ്ട്യത്തിലേക്കും ധിക്കാരത്തിലേക്കും പോകുമ്പോൾ ജനങ്ങൾ പറയും കടക്കുപുറത്തെന്ന്. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പാർട്ടിക്കുള്ളിൽ വേണ്ട അച്ചടക്കം എന്ന് പറയുന്നത് അത് എല്ലാവർക്കും ഒരുപോലെ വേണ്ടതാണ്. അല്ലാതെ താഴെയുള്ളവർ അച്ചടക്കം പാലിക്കുക, അവരെല്ലാവരും നന്നായി കഴിയുമ്പോൾ സിസ്റ്റം നന്നാകുമെന്നല്ല. മുകളിലുള്ളവരും ആ അച്ചടക്കം പാലിക്കാൻ തയ്യാറാകണം. തുറന്ന മനസ്സോടെ വിമർശനം കേൾക്കുക. ഞങ്ങൾക്കും തെറ്റുപറ്റും, എനിക്കും തെറ്റുപറ്റും, എനിക്ക് തെറ്റുപറ്റിയാൽ ഞാനാണ് തിരുത്തേണ്ടത് എന്ന് സ്വയം തിരിച്ചറിയുക എന്നുള്ളതാണ് ഇതിൻ്റെ ആദ്യ പടി. CPIMന്റെ വോട്ട് ബാങ്കിനെ കുറിച്ച് ഇവിടെ മാഡം സൂചിപ്പിച്ചു. CPIMന്റെ വോട്ട് ബാങ്ക് എന്ന് പറഞ്ഞുകൊണ്ട് പാവങ്ങൾ, സാധാരണക്കാർ അവരെല്ലാവരും എല്ലാ കാലത്തും ഒപ്പമുണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട്, ഞാൻ കഴിഞ്ഞ ദിവസം അത് തന്നെയാണ് പറഞ്ഞത്, അവരെല്ലാം എല്ലാ കാലവും ഒപ്പമുണ്ടാകുമെന്ന് പറഞ്ഞ് അവരെ മർദ്ദിക്കാനും അവരുടെ മുകളിലേക്ക് ഈ ഭാരമെല്ലാം ഇറക്കി വെക്കാനും തുടങ്ങുമ്പോഴേക്കും അവർ തിരിഞ്ഞു നടക്കും. കാരണം അവർക്കും ജീവിക്കണം. അവരുടെ മുകളിലേക്ക് വരുന്ന ഭാരം അവരെ കേൾക്കാൻ തയ്യാറാകാത്ത ഒരു സർക്കാരും പാർട്ടിയും പിന്നെ എന്തിനാണ് അവരവിടെ നിൽക്കുന്നത്? അത് സാധാരണ ജനങ്ങൾ ചോദിച്ചു പോകും. അതൊരു ഫാക്റ്റാണ്. എന്തായാലും പാർട്ടി സെക്രട്ടറി പറഞ്ഞ കാര്യങ്ങൾ ആഴത്തിലുള്ള ഒരു പരിശോധനയാണ് വേണ്ടത്. ആഴത്തിലേക്ക് ഇറങ്ങാതെ പുറമേയുള്ള കാര്യങ്ങൾ മാത്രം കണ്ടുകൊണ്ട് അത് പ്രോഗ്രസ് റിപ്പോർട്ടിലെ ഭരണ നേട്ടങ്ങൾ മുന്നിൽ നിർത്തിക്കൊണ്ട് നമുക്ക് തിരിച്ചു വരാൻ കഴിയും എന്ന് പറഞ്ഞുകൊണ്ട് വി ഷാൽ ഓവർകം എന്ന ഗാനത്തിലെ ആദ്യ വരി പാടിയിട്ട് കാര്യമില്ല എന്നുള്ളതാണ് അറിയേണ്ടത്. കാരണം മാറ്റേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നയങ്ങളാണ്. നയം മാറ്റമാണ് ഇവിടെ അനിവാര്യമായി നിൽക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം കേഡർമാരിലേക്കും നേതാക്കളിലേക്കും പതിയെ അരിച്ചു കയറുന്ന ചില പ്രവണതകളുണ്ട്, ദുഷ്പ്രവണതകൾ എന്ന് പറയും. ആ പ്രവണതകൾ മാറ്റാതെ അതിന് തടയിടാതെ മുന്നോട്ട് പോയിട്ട് ഒരു കാര്യവുമില്ല. ഇപ്പോൾ ധനസമ്പാദനത്തിലുള്ള ആഗ്രഹം അത് ഒരു 25 വർഷം മുൻപുള്ള CPIM-ഉം ഇപ്പോഴത്തെ CPIM-ഉം അതിലെ നേതാക്കളെയും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയും ധനസമ്പാദനത്തോടുള്ള താല്പര്യം എത്രമാത്രം മാറിയിട്ടുണ്ട് എന്നുള്ളത്. ഉണ്ണിസാറിനൊക്കെ കുറച്ചുകൂടി നന്നായി നേതാക്കളെയൊക്കെ, ആ കാലത്തെ നേതാക്കളെ അറിയാം. അങ്ങ് മാധ്യമപ്രവർത്തനം തുടങ്ങിയ കാലത്തെ നേതാക്കളെയും ഇപ്പോഴത്തെ നേതാക്കളെയും വെച്ചൊന്ന് കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയില്ലേ? ഈ അഴിമതി, ധനസമ്പാദനം, മുതലാളിത്ത സ്വാധീനം, മുതലാളിത്തത്തിനെതിരെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന, കോർപ്പറേറ്റുകൾക്കെതിരെ എപ്പോഴും പറഞ്ഞിരുന്ന ആരൊക്കെയാണ് ഇപ്പോൾ ചങ്ങാതികളായി മാറിയിരിക്കുന്നത്? അതാണോ കേരളം കണ്ടുകൊണ്ടിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അല്ലെങ്കിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതാണോ എന്നുള്ള ഒരു ചോദ്യം അവിടെ ഉയരേണ്ടതാണ്. ഇവിടെ വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ ദിവസം തൊട്ടേ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, പിന്നോക്ക വിഭാഗങ്ങളെ അവഗണിച്ചുകൊണ്ട് മുസ്ലിം പ്രീണനത്തിന് പോയി എന്ന്. അതോടൊപ്പം തന്നെ ഇന്നിപ്പോൾ കുറച്ചുകൂടി കടുപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ്. എറണാകുളത്ത് KJ ഷൈനിനെയും മലപ്പുറത്ത് വസീഫിനെയും കോട്ടയത്ത് തോമസ് ചാഴികാടനെയുമാണ് LDF മത്സരിപ്പിച്ചത്. എന്നിട്ട് ഹിന്ദു ഭൂരിപക്ഷമുള്ള ആലപ്പുഴയിൽ ആരിഫിനെ
സ്ഥാനാർത്ഥിയാക്കുമ്പോൾ മാത്രമാണ് ഇടതുപക്ഷത്തിന് മതേതരത്വം എന്ന് പറഞ്ഞുകൊണ്ട് ചില പ്രീണനങ്ങളെയൊക്കെ തുറന്നെതിർക്കുകയാണ്. ഈ വെള്ളാപ്പള്ളിയും കൂട്ടരുമൊക്കെ എല്ലാ കാലത്തും ഇടതുപക്ഷത്തിനൊപ്പം നിന്നവരല്ലേ. ഇപ്പോൾ ഈഴവർ തീയർ എന്നൊക്കെ പറഞ്ഞ് തെക്കൻ കേരളം വടക്കൻ കേരളം അങ്ങനെയൊന്നും ഞാൻ വിഭജിക്കുന്നില്ല. ജനങ്ങളാണ് വോട്ട് ചെയ്യുന്നത്. അപ്പോൾ ജനങ്ങളിൽപ്പെട്ട പല വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ അവർ അകന്നു പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അതായത് വർഗീയത എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഭാഗത്ത് BJP ചാപ്പ കുത്തുകയും അതേ രീതിയിൽ തന്നെയുള്ള ഒരു കാർഡ് എടുത്ത് ഇപ്പുറത്ത് മറ്റൊരു രീതിയിൽ അതെടുത്ത് പതിയെ പതിയെ വിളമ്പാൻ തുടങ്ങുമ്പോൾ അത് ജനം തിരിച്ചറിയും എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ വെള്ളാപ്പള്ളി പറഞ്ഞത് തെറ്റാണ് എന്നുണ്ടെങ്കിൽ, വെള്ളാപ്പള്ളി പറഞ്ഞതിനെ ഞാൻ പൂർണ്ണമായി എൻഡോഴ്സ് ചെയ്യുന്നില്ല, പക്ഷേ വെള്ളാപ്പള്ളി പറഞ്ഞ കാര്യങ്ങളെ തള്ളി പറയുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഗീവർഗീസ് മാർ കൂറിലോസിനെ വിവരദോഷി എന്ന് വിളിച്ച അതേ പിണറായി വിജയൻ ഇവിടെ ഉണ്ടല്ലോ, സ്റ്റിൽ ആക്റ്റീവ്? എന്തുകൊണ്ടാണ്? ഇപ്പോഴും പ്രതികരിക്കാമല്ലോ, എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല? വെള്ളാപ്പള്ളിയെ തിരുത്തുന്നില്ല, വെള്ളാപ്പള്ളി വിവരദോഷിയാണെന്ന് എന്തുകൊണ്ട് പറയുന്നില്ല? അതാണ് അവിടെ ഉയരുന്ന ചോദ്യം. അപ്പോൾ പറയുന്ന കാര്യങ്ങളിൽ തെറ്റുണ്ടെങ്കിൽ അവിടെ പ്രതികരിക്കണം, അത് പ്രതികരിക്കുന്നില്ല, അതവിടെ നിൽക്കുകയാണ്. ജനങ്ങളിൽ നിന്ന് അകന്നു എന്ന് സമസ്ത പറയുകയാണ്. സമസ്തയാണല്ലോ കൂടെ കൂട്ടാൻ ശ്രമിച്ചത്. ആ സമസ്ത തന്നെ തിരിഞ്ഞു നിന്നിട്ട് പറയുകയാണ്, നിങ്ങളുടെ പാർട്ടി ജനങ്ങളിൽ നിന്ന് അകന്നു, ആ വിമർശനം ഉൾക്കൊള്ളണം, അവിടെ തിരുത്തണം. ശൈലി മാറ്റിയില്ലെങ്കിൽ ബംഗാളിൻ്റെയും ത്രിപുരയുടെയും അവസ്ഥ വരുമെന്ന് പറഞ്ഞ ഗീവർഗീസ് മാർ കൂറിലോസിനെ മാത്രം അങ്ങ് വിമർശിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയൊന്നുമല്ല മുന്നോട്ടേക്ക് പോകേണ്ടത് എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു സൂചന ജനങ്ങൾ നൽകി കഴിഞ്ഞിരിക്കുകയാണ്. MV ജയരാജൻ 4-5 ദിവസം മുൻപേ പറഞ്ഞു തിരിച്ചടി നിസ്സാരമല്ല. MV ഗോവിന്ദൻ പറഞ്ഞു നമ്മൾ നന്നായി തോറ്റതാണ്. ഇങ്ങനെ ഈ വിട്ടുവീഴ്ചയില്ലാതെ പൊരുതാൻ കഴിയുന്ന ഒരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നും CPIM എന്നും CPIMന് ഇപ്പോഴും അതിൻ്റെ ആർജവം കൈമുതലായുണ്ട്, ഞങ്ങൾ മറ്റൊരു സ്വാധീനത്തിനും അടിപ്പെട്ടിട്ടില്ല എന്ന് ബോധ്യപ്പെടുത്താൻ CPIMന് തയ്യാറാകുന്നുണ്ട്, തിരുത്തി ഞങ്ങൾ മുന്നേറാൻ തയ്യാറാകുന്നുണ്ട് എന്ന് പറയേണ്ടത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. മറ്റേത് നേതാവ് പറഞ്ഞിട്ടും ഒരു കാര്യവുമില്ല. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ ജനങ്ങൾക്കിടയിലേക്ക് സഞ്ചരിച്ചല്ലോ ജനത്തെ ബോധ്യപ്പെടുത്താൻ പല വിഷയങ്ങൾ. എന്നിട്ട് എന്തായി? ജനത്തിന് ബോധ്യപ്പെട്ടു. വെറും പൊള്ളത്തരമാണ്, വെറും പൊള്ളത്തരമാണ്, അകത്തൊന്നുമില്ല, കാമ്പില്ലാത്ത ഒരു തേങ്ങയാണ് ഈ സർക്കാർ എന്നുള്ളതാണ് ജനത്തിന് ബോധ്യപ്പെട്ടത്. അകത്ത് മുഴുവൻ ചീഞ്ഞിരിക്കുകയാണ്, പുറത്തെ തോട് മാത്രം കട്ടിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അതിലെ ചകിരിയെല്ലാം പിരിച്ച് അതിങ്ങനെ ഡിസ്പ്ലേ ചെയ്തുകൊണ്ട് ഒരു നവകേരള സദസ്സ് നടത്തിയിട്ടൊന്നും കാര്യമില്ല. ജനത്തിനറിയാം, ജനം ആ തേങ്ങ പൊട്ടിച്ചു നോക്കി, അകത്തൊന്നുമില്ല, അകത്ത് ചീഞ്ഞിരിക്കുകയാണെന്ന് മനസ്സിലായി, ജനം തള്ളിക്കളഞ്ഞു. അതാണ് സംഭവിച്ചത്. പിന്നെ മാസപ്പടി വിവാദം 2 കമ്പനികൾ തമ്മിലുള്ള കരാറാണെന്ന് ആവർത്തിച്ച് വാദിച്ചുകൊണ്ടിരുന്നല്ലോ. എന്നിട്ടെന്താ ജനം അത് മനസ്സിലാക്കാത്തത്? ആ ഇടപാടിൻ്റെ കറ അത് ജനത്തിൻ്റെ മനസ്സിൽ ഇങ്ങനെ മായാതെ കിടപ്പുണ്ട്. അതൊക്കെ തിരുത്തണമെന്നുണ്ടെങ്കിൽ പ്രവൃത്തിയിലൂടെയാണ് തിരുത്തേണ്ടത്. പിന്നെ പലസ്തീൻ പൗരത്വ വിഷയങ്ങളിലൊക്കെയുള്ള രാഷ്ട്രീയ ഇടപെടൽ, ആ രാഷ്ട്രീയ ഇടപെടലൊക്കെ തെരഞ്ഞെടുപ്പ് നേട്ടത്തിന് വേണ്ടിയിട്ടുള്ള വെറും സ്റ്റണ്ടാണെന്ന് ജനം തിരിച്ചറിഞ്ഞു. അതാണ് അവിടെയൊക്കെ ഉണ്ടായ വോട്ട് ചോർച്ച. ആ പരിപാടി നടത്തിയ സ്ഥലങ്ങളിലൊക്കെയാണ് വോട്ട് കുറഞ്ഞത്. എടുത്തു നോക്കിയാൽ മനസ്സിലാകാം. ആ സെമിനാറുകൾ നടത്തിയ സ്ഥലങ്ങളിലൊക്കെ വോട്ട് കുറഞ്ഞത് CPIMനും വോട്ട് കൂടിയത് BJPക്കുമാണ്. ഞാൻ കണക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് പറയുന്നത്. വടക്കോട്ട് നോക്കിക്കഴിഞ്ഞാൽ കാസർഗോഡ്, കണ്ണൂർ, വടകര, കോഴിക്കോട് ഈ മണ്ഡലങ്ങളിലൊക്കെ വോട്ട് കൂടിയ പാർട്ടി ഏതാ? അത് BJP ആണ്. അപ്പോൾ ഈ ധാർഷ്ട്യത്തോടുകൂടി തെരഞ്ഞെടുപ്പിൻ്റെ ലക്ഷ്യം മാത്രം മുന്നിൽ വെച്ചുകൊണ്ട് ആളുകളെ പ്രീണിപ്പിക്കാൻ നോക്കുമ്പോൾ ആ പ്രീണിപ്പിക്കാൻ നോക്കുന്നവരെ നിൽക്കില്ല, പ്രീണനത്തിന് പോയി എന്നാൽ പിന്നെ ഞങ്ങൾ നിങ്ങൾക്കൊപ്പം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് മറ്റ് വിഭാഗക്കാരും മാറുന്നതാണ് ഇവിടെ സംഭവിച്ചത്. അപ്പോൾ CPI തിരുവനന്തപുരം ജില്ലാ കൗൺസിൽ വൃത്തിയായി കാര്യങ്ങൾ എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ന്യൂനപക്ഷ പ്രീണനം പരിധി വിട്ടത് തിരിച്ചടിയായി, പൗരത്വ യോഗം മതയോഗമായി, മതമേധാവികൾക്ക് അമിത പ്രാധാന്യം കൊടുത്തു എന്ന് പറയുന്നത് CPIയുടെ തിരുവനന്തപുരം ജില്ലാ കൗൺസിലാണ്. അത് CPIMന്റെ പഞ്ചദിന അവലോകന യോഗം തുടങ്ങുന്ന ദിവസം തന്നെയാണ് അതിൻ്റെ വിവരങ്ങൾ പുറത്തേക്ക് വരുന്നത്. അപ്പോൾ സ്വയം തിരുത്താൻ തയ്യാറാകേണ്ടതും ആ തിരുത്തലിന് തുടക്കമിടേണ്ടതും മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അദ്ദേഹം തിരുത്തിയാൽ മാത്രമേ ഈ പാർട്ടിക്ക് ഒരു മുന്നോട്ട് പോകാനുള്ള ഒരു സാധ്യത അല്പമെങ്കിലും അവശേഷിക്കുന്നുള്ളൂ. മറ്റു നേതാക്കൾ പലയിടത്ത് പോയി ഈ അഭിമുഖം കൊടുത്തിട്ടൊന്നും കാര്യമില്ല. മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി പറയണമെന്നേ. ശരി, തിരുത്തേണ്ടത് തിരിച്ചറിഞ്ഞു എന്നതായിരുന്നു ചോദ്യം. യെസ് എന്നാണ് 4 പേരും അഭിപ്രായപ്പെട്ടത്. അപ്പോൾ സുജയ്ക്കും തിരിച്ചറിഞ്ഞു എന്ന് തന്നെയാണ് അഭിപ്രായം? മുഖ്യമന്ത്രി തിരിച്ചറിഞ്ഞിട്ടില്ല, നേതാക്കൾ തിരിച്ചറിഞ്ഞു. ശരി, യെസ് എന്ന് 4. ഇടവേള. Meet the editors.